ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിദ്യാർത്ഥികളെ, തസവ്വുഫിലെ കലാസംഗീതങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത്. വളരെ വിശാലമായ വിഷയമാണ്. തസവ്വുഫ്, സൂഫികൾ, അൽ ഫന്നു സൂഫി എന്ന് പറയും. തസവ്വുഫിലെ കലകൾ. സൂഫികൾ എന്ന് പറഞ്ഞാൽ തസവ്വുഫിന് എത്രയോ തഅരീഫുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. തസവ്വുഫ് എന്ന് വെച്ചാൽ ഒരു ഉബൂദിയ്യത്ത് പ്രകടിപ്പിക്കുന്ന, ഉബൂദിയ്യത്ത് അടിമത്തം അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രദർശിപ്പിക്കലാണ് സൂഫി തസവ്വുഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള കളങ്കമറ്റ അനുസരണ, അതാണ് തസവ്വുഫിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലയാണ്. സൂഫിയായിരിക്കുക എന്നത് തന്നെ ഒരു കലയാണ്, യഥാർത്ഥ ഉബൂദിയ്യത്തിന്റെ പ്രകടനമാണ്. അല്ലാഹു തആല പറഞ്ഞ ഇന്ന ഇബാദി ലൈസ അലൈക്കും സുൽത്താൻ എന്ന്, അല്ലാഹു തആല ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ എന്ന് പറഞ്ഞ ഇബാദി എന്ന വിശേഷണം വരുന്നവരാണ് യഥാർത്ഥ സൂഫികൾ. സൂഫികളുടെ കലകളും സാഹിത്യങ്ങളും ഒക്കെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. അത്തഖറുബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. ഈ കലകളുടെയും തസവ്വുഫിന്റെ ഈ അധിക കലകളുടെയും സാഹിത്യങ്ങളുടെയൊക്കെ ഉറവിടം തസവ്വുഫിലൂടെ തന്നെയാണ്. ഖുർആനിലൂടെയും അതുപോലെ അമ്പിയാക്കൾക്ക് ഇറക്കപ്പെട്ട സുഹഫിലൂടെയും സാഹിത്യങ്ങൾ അതിന് തുടക്കമിടുകയാണ് ചെയ്തിരുന്നത്. ഖുർആൻ ഇഖ്റ എന്ന വാക്കിലൂടെ ലോകത്തുള്ള സകലതിനെയും മനസ്സിലാക്കാനും വായിക്കാനും നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. തസവ്വുഫിന്റെ കലകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ ചിലത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലെ അഹ്കാമുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ചർച്ചകളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഒന്നാമത്തത് അസ്സമാഉ. ഇതുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സൂഫി സംഗീതം, ഗീതങ്ങൾ. ഇതിന്റെ പ്രധാന വിഷയം ഇലാഹി സ്മരണയോ പ്രവാചക പ്രകീർത്തനങ്ങളോ അതുപോലെ സൂഫിസത്തിന്റെ വലിയ മശായിഖുമാരെ കുറിച്ചുള്ള അവരുടെ അപദാനങ്ങൾ പാടുകയോ അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് ആത്മശുദ്ധി വരുത്താനുള്ള സന്ദേശങ്ങൾ കൈമാറുകയോ ചെയ്യുന്ന ഒന്നായിരിക്കും സമാഅ് എന്ന് പറയുന്നത്. സമാഇനിക്ക് പല സമാഅ് എന്തുകൊണ്ടാണ് മനുഷ്യന് അല്ലെങ്കിൽ ഒരു തസവ്വുഫിൽ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ആളിന് അതിനോട് താല്പര്യം വരുന്നത് എന്നെല്ലാം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അത് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചപ്പോ അർവാഹുകൾക്കുണ്ടായ ഒരു ഉണർവുണ്ട്. ആ ഉണർവ് ഇവിടെ നിന്നും കേൾക്കുമ്പോൾ ആ ഉണർവ് ഓർക്കുകയും അന്നുണ്ടായ ആ ഉണർവിലേക്ക്, അതിന്റെ ഒരു ഭാഗത്തിലേക്ക് അവര് മാറുകയുമാണ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാമ് പറയുന്നത് കാണാം. ഈ ഏത് സമാഅ് എങ്ങനെ കേൾക്കണം എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫമൻ അസ്ഗാ ഇലൈഹി ബിഹഖ്ഖിൻ തഹഖഖ് വമൻ അസ്ഗാ ഇലൈഹി ബിനഫ്സിൻ തസന്ദഖ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് യഥാർത്ഥ ഹലാലായ പരിപൂർണമായ രൂപത്തിൽ അതിനെ കേട്ടവർ അവർ സത്യത്തിലേക്ക് എത്തുകയും അല്ലാത്ത രൂപത്തിൽ സ്വന്തം ശരീരത്തിന്റെ ഹവക്ക് വേണ്ടിയോ മറ്റോ കേൾക്കുന്നവർ അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
ഈ സൂഫി കലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖവ്വാലി. ഖവ്വാലി എന്ന് പറഞ്ഞാൽ അത് ഖൗല്, വാക്കുകൾ എന്ന അർത്ഥം വരുന്ന ഖൗലിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഇതിലും പ്രധാന വിഷയം ഇലാഹി സ്മരണയും പ്രവാചക പ്രകീർത്തനങ്ങളും ഗുരുക്കളുടെ മഹാത്മ്യം പറയലുമാണ്. ഇത് 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ തുടക്കമിട്ടതാണ് ഈ ഖവാലി എന്ന കല. അതെനിക്ക് ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ റഹിമഹുല്ലാഹുവിന്റെ ശിഷ്യനായ അമീർ ഖുസ്റുവാണ് അതിന് തുടക്കമിട്ടത് എന്ന് കാണാൻ സാധിക്കും. തുർക്കിയിലും പേർഷ്യയിലും ഇന്ത്യയിലുമെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗീതങ്ങളുടെ മോഡലുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പ്രത്യേക കല അവർ ഉണ്ടാക്കുകയായിരുന്നു. ഇത് ചെല്ലുന്നവർക്ക് ഖവ്വാലുകൾ എന്ന് പറയാറുണ്ട്. ഇത് ഹിജ്റ AD 11-ാം നൂറ്റാണ്ടിൽ വന്നതാണ്. അന്ന് ആ കാലത്തെല്ലാം നടന്നിരുന്ന ഖവ്വാലികൾ വളരെ ദീർഘിച്ച സമയം 5-6 മണിക്കൂറുകളെല്ലാം നീണ്ടു നിൽക്കുന്നതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് തന്നെ അതിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഫാത്തിഹയിലൂടെയും ആയത്തുകളിലൂടെയും ദുആകളിലൂടെയും തുടങ്ങി അതിനുശേഷം അതിന്റെ പ്രധാന ഭാഗം ഏകദേശം 5 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ശേഷം പ്രാർത്ഥനയോടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കലയാണ്. ഇതിൽ ആദ്യ ഭാഗത്ത് ആത്മീയതയിലേക്ക് പ്രവേശിക്കാനുള്ള സമയവും രണ്ടാമത്തെ ഭാഗത്ത് പൂർണ്ണമായും ആത്മീയതയിലാവുകയും മൂന്നാമത്തെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇലാഹി സ്മരണയിലും അള്ളാഹുവിന്റെ ചിന്തയിലുമായി ലയിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനിക്കുള്ളത്. മക്കാമുകളിലും മറ്റുമൊക്കെ ഉത്തരേന്ത്യയിൽ പോയാൽ നമുക്ക് അവിടെ ഇത് ചെല്ലുന്നത് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കലയാണ് ഗസൽ. ഗസൽ എന്നത് അറബിയിലെ ഗസാൽ, കസ്തൂരിമാൻ എന്നർത്ഥം വരുന്ന ഗസാലിൽ നിന്നാണ് ആ കലയുടെ നാമം വന്നിട്ടുള്ളത്. പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും രാഗസ്വരങ്ങളാണ് ഈ ഗസലിൽ ഉണ്ടാവുക. ഇതിനിക്ക് ഗസൽ എന്ന് പേരിടാൻ കാരണം പണ്ഡിതർ പറയുന്നത് കാണാൻ സാധിക്കും. ഗസാൽ എന്നാൽ കസ്തൂരിമാൻ. കസ്തൂരിമാനോട് മനുഷ്യനെ കസ്തൂരിമാനോട് ഉപമിക്കുകയാണ്. തന്റെ നഫ്സിലേക്ക് നോക്കിയാൽ യാഥാർത്ഥ്യത്തെയും ഇലാഹിനെയും മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും സ്വന്തം നഫ്സിനെ കുറിച്ച് ചിന്തിക്കാതെ യാഥാർത്ഥ്യത്തിനെ തേടി പുറത്തു നോക്കി അലയുന്ന ഒരു മനുഷ്യൻ, അത് തന്റെ ശരീരത്തിലുള്ള കസ്തൂരിയുടെ സുഗന്ധം എവിടെ നിന്നാണെന്ന് അറിയാതെ അതിനെ എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഓടിപ്പോകുന്ന കസ്തൂരിമാനിന്റെ വിലാപത്തോട് മനുഷ്യനെ അവിടെ സാദൃശ്യപ്പെടുത്തുകയാണ്, ഉപമിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കാൻ ഖുർആൻ വഫിൽ അർദി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. ശരീരത്തിലേക്ക്, സ്വന്തത്തിലേക്ക് നോക്കിയാൽ അല്ലാഹുവിനെ മനസ്സിലാകുമെന്ന് പണ്ഡിതന്മാരുടെ വാക്കുകൾ മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹ് എന്നുള്ളതിലേക്കെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ ഗസൽ എന്നുള്ളത്. ഗസൽ 12-ാം നൂറ്റാണ്ടിലാണ് അതിന്റെ യഥാർത്ഥ ഭാഷ ഇറാനിൽ പിറവിയെടുത്ത പേർഷ്യൻ ഭാഷയായിരുന്നു യഥാർത്ഥ ഭാഷ. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ അത് വ്യാപകമാവുകയും അതിന്റെ പ്രധാന ഭാഷ ഉറുദു ആയി മാറുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ റൂമി കവിതകളോടുകൂടെ അതുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. മറ്റൊരു കലയാണ് വേളിംഗ് ഡാൻസ്, കറങ്ങുന്ന ഡാൻസ് എന്ന് പറയുന്ന അർറഖ്സു ദാഇരി എന്ന് പറയുന്ന ഒരു കല. ഇത് തുർക്കിയിലെ കൊനിയയിൽ രൂപപ്പെട്ടതാണ്. മൗലവിയ ത്വരീഖത്ത്, ജലാലുദ്ദീൻ റൂമി അവരുടെ ത്വരീഖത്തിൽ വരുന്ന ഒരു റഖ്സാണ് ഇത്. ഇതിന്
ഇതിന്റെ രൂപം ഇടതുകാലിൽ നിന്ന് ഒരു കറങ്ങുന്ന രൂപമാണ്. വലത് കാലുകൊണ്ട് ശരീരത്തിനെ മൊത്തം ഇടതുകാല് നിലത്ത് വെച്ചുകൊണ്ട് ശരീരത്തിനെ ഇങ്ങനെ കറക്കുന്ന ഒരു രൂപമാണ്. അതിന് അവർ പറയുന്നത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ആറ്റങ്ങളും മുതൽ ഗോളങ്ങൾ വരെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനുഷ്യന്റെ ശരീരത്തിനെ ഭൂമിയായി സങ്കല്പിക്കുകയും അതിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിനെ സൂര്യനായി കാണുകയും ഈ റഖ്സ് ചെയ്യുന്ന ആള് മനസ്സിനുള്ളിൽ കഅബയെ ഓർത്തുകൊണ്ടാണ് അവർ ഈ റഖ്സ് ചെയ്യുക. അപ്പൊ ഈ കഅബ ഹൃദയത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ആ ഹൃദയത്തിലെ പ്രകാശങ്ങൾ ഭൂമിയാകുന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അതിലേക്കെല്ലാം പ്രകാശങ്ങൾ എത്തിക്കുന്ന ഒരു രൂപമാണ് ഇതിൽ അവരെടുത്ത് പറയുന്നത്. ഇത് സൂഫി തസവൂഫ് അതിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുന്നത് ഹൃദയത്തിനെയാണ്. ഹൃദയം പ്രകാശിച്ചാൽ, ഹൃദയം നന്നായാൽ മറ്റുള്ള എല്ലാ അവയവങ്ങളും നന്നായി എന്നുള്ള ഹദീസ്. അല ഇന്ന ഫിൽ ജസദി മുദ്അതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ആ ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഈ പ്രകാശത്തിനെ എത്തിക്കുന്ന ഒരു രൂപമാണ് ഇത് എന്ന് ഇതിന്റെ ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. ഇവരുടെ ഡ്രസ്സിങ് പ്രത്യേക മോഡൽ ഡ്രസ്സാണ്. കൈയില്ലാത്ത നീളം കുപ്പായം ധരിക്കുകയും അതിനു മുകളിൽ നീണ്ട കൈയുള്ള ഒരു കുപ്പായം ധരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരു അരപ്പട്ടയും പിന്നെ സിക്ക എന്ന ഒരു തൊപ്പി, അവർക്കുള്ള ഒരു ഒട്ടകത്തിന്റെ തോൽ നിറമുള്ള ഒരു തൊപ്പിയും അവർ ധരിക്കും. അവര് ഈ വെള്ള ഡ്രസ്സ് ഇഹ്റാമിന്റെ ഡ്രസ്സിനെയും ഒട്ടക നിറത്തിലുള്ള തൊപ്പി അത് ക്ഷമയെയും സൂചിപ്പിക്കുന്നു എന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സൂഫി കലയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാലിഗ്രഫി. യഥാർത്ഥ ഹഖായിക്കുകളെ കാഴ്ചയുടെ രൂപത്തിൽ സമർപ്പിക്കുകയാണ് അതിലൂടെ അവർ ചെയ്യുന്നത്. ഉമർ ഖയ്യാം തന്റെ കവിതകൾ കാലിഗ്രഫി രൂപത്തിലായി എഴുതി വെച്ചത് കാണാൻ സാധിക്കും. കാലിഗ്രഫിക്ക് നക്ഷബന്ദിയ ത്വരീഖത്തും ഖാദിരിയ ത്വരീഖത്തും എല്ലാം വലിയ പ്രാധാന്യം നൽകുന്നതായി കാണാം. തുടങ്ങി ഇങ്ങനെ ഇനിയും നമുക്ക് കാണാം. റാത്തീബുകളായിട്ടും പല കലകളുമുണ്ട്. കുത്ത് റാത്തീബ് എന്ന് പറയുന്ന റിഫായി റാത്തീബ്, അതുപോലെ ഷാദുരി റാത്തീബ്, ഇങ്ങനെയുള്ള പല റാത്തീബുകളും സൂഫി സാഹിത്യത്തിലേക്ക് പോകുമ്പോൾ മൗലിദുകളും ഇങ്ങനെ തുടങ്ങി പല കലകളും നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതിന്റെ ഹുക്മുകളും മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.